വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള പഴവും അവിലൊക്കെ വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 അച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടിന് പകരമായിട്ട് ബദാമോ പിസ്തയോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല, നിലക്കടല മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ബാക്കി നെയ്യിലേക്ക് നമുക്ക് ചെറുതാക്കി നുറുക്കിയ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. 2 നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഈ നെയ്യിൽ കിടന്നൊന്ന് വാടിക്കിട്ടണം. ഇനി ഇതും കൂടി കോരിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ ഇത് വയറ് നിറയും. ഒപ്പം അത് ഹെൽത്തിയുമാണ്. ഇതുപോലെയുള്ള ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു 1/2 കപ്പ് റവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുറി നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം ഇട്ടതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കല്ലോ പൂഴിയോ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ തെളി ഒന്ന് അരിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ശർക്കര വെള്ളത്തിൽ അവിലും റവയും ഒന്ന് വെന്ത് കിട്ടണം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പും 2 ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇത് ഒഴിക്കാനുള്ള പാത്രം തയ്യാറാക്കാം. ആ പാത്രത്തിൽ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തേച്ച് കൊടുത്തത്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നട്ട്സും പഴമൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഒപ്പം കമൻറ്റ് ചെയ്യാനും. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ പരുവത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ലൈക്കും സബും ചെയ്യാൻ മറക്കില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.